എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. 2025 ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ നക്ഷത്രഫലത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചതയം നക്ഷത്രക്കാർക്ക് 2025 വർഷത്തെ ഫലം എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം. ചതയം നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും കുംഭക്കൂറിനെ പ്രതിനിധീകരിക്കുന്ന ഒരു നക്ഷത്രം. ശനിയുടെ ക്ഷേത്രമായ കുംഭക്കൂറിൽ ജനിച്ചവരാണ് ചതയ നക്ഷത്രക്കാർ. പൊതുവെ ഇഷ്ടപ്പെടുന്ന ആർക്കും എന്ത് സഹായവും നൽകുകയും സത്യവും അപ്രിയസത്യങ്ങളാണെങ്കിൽ പോലും വിളിച്ചു പറയാൻ മുതിരുന്നവരും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിവുള്ളവരും ഒക്കെയാണ് ചതയ നക്ഷത്രക്കാരായിട്ട് കണക്കാക്കപ്പെടുന്നത്. 100 നക്ഷത്രങ്ങൾക്ക് സമാനരായിട്ടാണ് ഒരു ചതയ നക്ഷത്രക്കാരനെ കണക്കാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ചതയ നക്ഷത്രക്കാരുടെ സമയം വളരെ അധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞതായിട്ടാണ് കാണപ്പെടുന്നത്. അതിന് കാരണം 7 ശനിയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ചതയ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലവിധ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അതിൽ ഏറ്റവും മോശമായ ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ ചതയ നക്ഷത്രത്തിൽപ്പെട്ടവർ കടന്നു പോകുന്നത്. അതായത് ജന്മശനി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ചതയ നക്ഷത്രത്തിൽപ്പെട്ടവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായ സമയം എന്ന് പറയുന്നത് ജന്മശനി കാലഘട്ടമാണ്. എന്ന് മാത്രവുമല്ല, ചാരവശാൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിയും അത്ര അനുകൂലമല്ലാത്തതിനാൽ സ്ഥിതി കുറച്ചുകൂടി മോശമാകുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ജന്മശനിയാണെന്ന് മാത്രമല്ല, ചാരവശാൽ വ്യാഴം 4-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗ്രഹനിലയിൽ 4 നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ധാരാളം ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ പറയാമെങ്കിലും ചാരവശാൽ 4-ലെ വ്യാഴം അത്ര ഗുണകരമല്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ രാഹുകേതുക്കളുടെ സ്ഥിതിയും അനുകൂലമായിട്ടല്ല കാണപ്പെടുന്നത്. ഇത്തരത്തിലുള്ളൊരവസ്ഥയിലൂടെയാണ് ചതയ നക്ഷത്രത്തിൽപ്പെട്ടവർ കുറേ നാളുകളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. ചതയ നക്ഷത്രത്തിൽപ്പെട്ട ഏറെ കൂറും പേർക്കും ഗ്രഹനിലയ്ക്ക് ആനുപാതികമായി വളരെ കുറച്ച് പേർക്ക് മാത്രം, വളരെ കുറച്ച് ഭാഗ്യവാന്മാർ മാത്രം വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ കടന്നു പോകുന്നുമുണ്ട്. പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ, കുടുംബ ബന്ധങ്ങളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, സൗഹൃദങ്ങൾക്കിടയിലുള്ള അകൽച്ച, ഇവയൊന്നും കൂടാതെ തന്നെ ആരോഗ്യപരമായ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഹോസ്പിറ്റൽ വാസം, സർജറി എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ, ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പല വിധത്തിലുള്ള മാനസിക ക്ലേശങ്ങൾ, ഏതൊരു കർമ്മമേഖലയിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞൊരു കാലഘട്ടമാണ് ജന്മശനി കാലഘട്ടം എന്ന് പറയാം. അത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും മോശമായ കാലഘട്ടം ജന്മശനി കാലഘട്ടം തന്നെയാണ്. അങ്ങനെയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ചതയ നക്ഷത്രത്തിൽപ്പെട്ടവർ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 2025 മാർച്ചിൽ ഉണ്ടാകുന്ന ശനിയുടെ മാറ്റം ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവുന്നതാണ്. അപ്പോഴും 7 ശനിയുടെ കാലഘട്ടം കഴിയുന്നില്ല. പിന്നെയും 2.5 വർഷക്കാലം കൂടി 7.5 ശനിയുണ്ട്. അതായത് 7.5 വർഷമാണ്. 7 ശനി എന്ന് പറയുന്നത് 7.5 വർഷമാണ്. അതുകൊണ്ടാണ് ആ പേര് പറയുന്നത്. അതിൽ ഏറ്റവും മോശമായ സമയമായി കണക്കാക്കപ്പെടുന്നത് ജന്മശനി കാലഘട്ടമാണ്. ആ ഒരു മോശം കാലഘട്ടം പൂർണ്ണമായും മാറുന്നതാണ്. എന്ന് മാത്രവുമല്ല, വ്യാഴമാറ്റവും അനുകൂലമായ സ്ഥാനത്തേക്കാണ്. ഈ പ്രത്യേകതകളൊക്കെ കൊണ്ട് തന്നെ 2025 വർഷം ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു വർഷമാണെന്ന് പറയാവുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം 2025 ഏപ്രിലിന് ശേഷം പൂർണ്ണമായിട്ടും ഉണ്ടാകുന്നതാണ്. അതായത് രോഗാതുരമായ അവസ്ഥയിൽ ആയിരിക്കുന്നവരുടെ രോഗത്തിനൊക്കെ ഒരു മുക്തി ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബാധ്യതകളൊക്കെ കുറേയൊക്കെ വീട്ടുവാൻ 2025 കഴിയുന്നതായിരിക്കും.
വീട് പണിയൊക്കെ മുടങ്ങിക്കിടക്കുന്ന ധാരാളം പേരുണ്ട്. അവർക്കൊക്കെ ഏപ്രിൽ മെയ്യോട് കൂടിയൊക്കെ വീണ്ടും വീട് പണിയൊക്കെ തുടങ്ങുന്നതിനും അത് 2025 പൂർത്തിയാക്കുന്നതിനും കഴിയുന്നതായിരിക്കും. പുതിയ വാഹനങ്ങളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 2025 മെയ്ക്ക് ശേഷം അതിനുള്ള സാധ്യതകൾ തെളിയുന്നതാണ്. അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ 2025 മെയ്ക്ക് ശേഷം നടക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ ഗുണാനുഭവങ്ങൾ ധാരാളം നിറഞ്ഞൊരു വർഷമാണ് 2025 വർഷം എന്ന കാര്യം ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ആഹ്ലാദകരമാണെന്ന് പറയാവുന്നതാണ്. ഇനി ഏത് പ്രതിസന്ധികളിലൂടെ ചതയ നക്ഷത്രക്കാർ കടന്നുപോയാലും കുംഭം എന്ന നിഗൂഢ രാശിയിൽ ജനിച്ചത് കൊണ്ട് തന്നെ ഇവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പലർക്കും മനസ്സിലായി എന്ന് വരുന്നതുമല്ല. ഇനി എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഇവരെ കാണുമ്പോഴോ അവരുടെ പ്രവർത്തനത്തിലോ ഒന്നും അത് നിഴലിക്കുന്നതുമല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എങ്കിലും പലതരത്തിലുള്ള മാനസിക ക്ലേശങ്ങൾ നിറഞ്ഞതും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നിറഞ്ഞതുമായ ഒരു കാലഘട്ടമാണ് നിലവിൽ ചതയ നക്ഷത്രക്കാർക്ക്. മെയ്ക്ക് ശേഷം ഔദ്യോഗിക രംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണ്. കുറച്ച് കഠിനമായി പരിശ്രമിച്ചാൽ മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നതിനും ജോലി നേടുന്നതിനും കഴിയുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പഠനകാലം കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ഉഴപ്പുന്ന ടെൻഡൻസിയൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിനൊക്കെ ഒരു മാറ്റം വരുന്നതായിരിക്കും. ഉപരിപഠനത്തിലുള്ള വഴികൾ തെളിയുന്നതാണ്. അതുപോലെ തന്നെ കരാറുകാരൊക്കെ സാമ്പത്തികമായ വളരെയേറെ പ്രതിസന്ധിയിലായിരിക്കും ചതയ നക്ഷത്രത്തിൽപ്പെട്ടവർ. കർഷകർക്കും ഒക്കെ മോശമായൊരവസ്ഥയാണ്. അതുപോലെ കലാകാരന്മാർക്കൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട വിവിധ കർമ്മങ്ങളിൽപ്പെട്ടിരിക്കുന്ന ചതയ നക്ഷത്രക്കാർക്ക്, അത് ബിസിനസ്സുകാരാണെങ്കിലും സംരംഭകരാണെങ്കിലും ഇനി ഏത് മേഖലയിൽപ്പെട്ടവരാണെങ്കിലും, രാഷ്ട്രീയ മേഖലയിൽപ്പെട്ടവരാണെങ്കിലും, അതുപോലെ സയൻറ്റിസ്റ്റുകൾ, അധ്യാപകർ എന്നിങ്ങനെ നാനാതുറകളിൽപ്പെട്ടവർ പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയുമാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ 2025 തീർച്ചയായും മാറ്റമുണ്ടാകുന്നതായിരിക്കും. മെയ് വരെയുള്ള സമയം കുറച്ച് മോശമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്തായാലും കണ്ടകശനി കാലഘട്ടം, ഏഴരശനി കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ ജന്മശനിയുടെ കാലഘട്ടമാണ് മാർച്ചിൽ അവസാനിക്കുന്നത്. പ്രധാനമായിട്ട് ഏപ്രിൽ മുതൽ ജന്മശനി പൂർണ്ണമായി അവസാനിക്കുന്നതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുവരെയും തുടർന്നും ശനീശ്വര പ്രീതി വരുത്തേണ്ടതായ അത്യാവശ്യമായതുകൊണ്ട് അടുത്തുള്ള ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം പോലുള്ള വഴിപാടുകൾ നടത്തുക. കഴിയുന്നവർ ശബരിമല പോകുന്നത് വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും. ശബരീശ്വരനെ ദർശിക്കുക, വഴിപാടുകൾ നടത്തുക, ഒപ്പം ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുക എന്നീ കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ സർവേശ്വരകാരകനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വിഷ്ണുവിനെ പാൽപായസം പോലുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നതും വ്യാഴാഴ്ച വൈഷ്ണവ ദർശനം നടത്തുന്നതുമൊക്കെ വൈഷ്ണവ പ്രീതി ലഭിക്കുന്നതിന് കാരണമായി തീരുന്നതായിരിക്കും. ഒപ്പം നിർബന്ധമായും രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. അതിന് വണ്ണാറശാല പോലെയുള്ള ക്ഷേത്രങ്ങളിൽ 100 പാലും പോലെയുള്ള വഴിപാടുകൾ നടത്തുക. കഴിവതും അത് ആയില്യത്തിൽ നടത്തുന്നത് ഗുണകരമായിരിക്കും. ഇത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ നടത്തി പോകുന്നതോടൊപ്പം തന്നെ ഓരോരുത്തരും അനുഷ്ഠിച്ചു വരുന്ന അവരവരുടെ വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളും ഒക്കെ നടത്തി മുമ്പോട്ട് പോയാൽ 2025 വർഷം വളരെയേറെ ഗുണകരമായ ഒരു വർഷമായിരിക്കും ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ അനുസരിച്ച് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും അത് ചെയ്തു പോവുകയും ചെയ്യേണ്ടത് ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ 2025 വർഷം ഏറ്റവും ഗുണകരമായ വർഷമായിരിക്കും. അങ്ങനെ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.